ഇനി കണ്ണൂരിലേക്കാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, നേരത്തെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അവിടെ കണ്ണൂർ നഗരത്തിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുന്നത് കണ്ടിരുന്നു. എന്താണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം? വലിയ രീതിയിൽ ജനജീവിതത്തെ ഈ പൊതുപണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. എന്താണ് ജില്ലയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അരുൺ പൂപ്പറമ്പ. വാഹനങ്ങൾ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ തടയുന്നുണ്ട്. ഹർത്താലിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കണ്ണൂരിൽ നിലവിലുണ്ട്. പക്ഷേ ചില വാഹനങ്ങൾ നിരത്തിൽ, പ്രത്യേകിച്ച് പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിനെ സമരാനുകൂലികൾ തടയുന്നില്ല. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകൾ, ടാക്സികളൊക്കെയാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർ അവർ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഗരത്തിൽ ഉൾപ്പെടെ മറ്റ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പൊതുപണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമാണ് കണ്ണൂർ ജില്ലയിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ അല്പസമയത്തിനകം വിവിധ ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധം ഉൾപ്പെടെ നടക്കും. നേരത്തെ നമ്മൾ KSRTCയിൽ ഉൾപ്പെടെ കണ്ടതാണ്. ആകെ ഒരു സർവീസ് മാത്രമാണ് രാവിലെ, മൂകാംബികയിലേക്കുള്ള ഒരു സർവീസ് മാത്രമാണ് രാവിലെ നടത്തിയത്. മറ്റ് എല്ലാ സർവീസുകളും മുടങ്ങിയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിലുള്ള സർവീസുകളും നടക്കാനുള്ള സാധ്യതയില്ല. കാരണം ജീവനക്കാരുൾപ്പെടെ അവിടെ എത്തിയിട്ടില്ല. വന്ന ജീവനക്കാർക്കാണെങ്കിൽ ഈ സർവീസ് നടത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാൾടെക്സിലാണ്. കാൾടെക്സിൽ ഇവിടെ വാഹനങ്ങൾ ഇപ്പോഴും തടയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ച പോലെ പ്രൈവറ്റ് വാഹനങ്ങൾ തടയുന്നില്ല. ലോറികൾ, അതോടൊപ്പം തന്നെ ടാക്സികൾ, ഓട്ടോറിക്ഷകളൊക്കെയാണ് തടയുന്നത്. നാട്ടുകാർ, യാത്രക്കാരൊക്കെ വലിയ രീതിയിൽ വലഞ്ഞിട്ടുണ്ട്. ഈ KSRTC ഓടുമെന്ന് പ്രതീക്ഷിച്ച് നിന്ന യാത്രക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ നമ്മുടെ മലയോര മേഖലയിലൊക്കെ പോകേണ്ടവർ, എറണാകുളത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നൊക്കെ കണ്ണൂരിൽ രാവിലെ വന്നിറങ്ങിയവർ, ട്രെയിനിന് വന്നിറങ്ങിയവർ KSRTC പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഒരു സർവീസ് പോലും നടത്തിയിട്ടില്ല. ഒരു ഈ പ്രത്യേകിച്ച് മൂകാംബികയിലേക്കുള്ള ഒരു സർവീസ് അല്ലാതെ മറ്റ് ജില്ലയിലേക്കുള്ള, റൂറൽ മേഖലയിലേക്കോ ഗ്രാമീണ മേഖലയിലേക്കുള്ള, മലയോര മേഖലയിലേക്കുള്ള ഒരു സർവീസ് പോലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് യാത്രക്കാർ ആ രീതിയിൽ വലിയ രീതിയിൽ വലഞ്ഞിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂർ നഗരത്തിൽ നിന്നുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.